സമ്മാനിക്കും കൂട്ടായ്മ പ്രതിഷേധം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ 30 വർഷം കഴിഞ്ഞ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇവിടെ തുടങ്ങിയതിന് ശേഷം ജനങ്ങളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പഠിക്കാതെ ഇതിൻ്റെ ഭരണാധികാരികൾ ഇതിന് പെർമിഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. ഒട്ടനവധി പ്രയാസങ്ങൾ, ഒട്ടനവധി സമരങ്ങൾ, ഒട്ടനവധി നിവേദനങ്ങൾ, പരാതികൾ കോഴിക്കോട് കോർപ്പറേഷൻ, ജില്ലാ കളക്ടർ, കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശാശ്വത പരിഹാരമാവുന്നില്ല. ഈ റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്ന് പറയുന്ന വലിയ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് 3 മീറ്റർ മാറിയും കൊണ്ട് ഇന്ത്യൻ റെയിൽവേൻ്റെ റെയിൽ പോവുക. അത് കഴിഞ്ഞിട്ട് കായലാണ്. വളരെ വളരെ ചെറിയ ഏരിയയിലാണ് ഇത്ര വലിയ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 4 ദിവസമായി ഡീസൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡീസൽ എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങളത് ശ്വസിച്ച് ഞങ്ങളുടെ ജീവൻ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. കിണറിലേക്കാണ് അത് താന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കമ്പനി മാറ്റി സ്ഥാപിക്കും പയ്യന്നൂരിലേക്ക് എന്നിട്ടും പറയുന്നു. എങ്ങോട്ടും ഞങ്ങൾക്കുള്ള വിഷയമല്ല, അതെങ്ങോട്ടായിക്കോട്ടെ. കമ്പനി മാറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞ വാക്ക്, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. സ്റ്റോപ്പ് മെമ്മോ ഭരണാധികാരികൾ കൊടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ഈ സമരസമിതി ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കിണറിലേക്ക് ഇപ്പം ഇവിടുത്തെ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഇവിടെയുള്ള ആളുകൾ ഇപ്പം പറഞ്ഞല്ലോ, ഒരാൾ ഇവിടെ ഒരു മരണം സംഭവിച്ച ഒരു പെൺകുട്ടീൻ്റെ കാര്യം പറഞ്ഞു. ഇതേമാതിരി എല്ലാവരും ഇവിടെ ചത്തൊടുങ്ങുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അബദ്ധമാണ്. ഇത് എത്ര ഒരു മണിക്കൂർ മുമ്പ് നിർത്തിച്ചാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്.